മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ വാണിയമ്പലം സ്വദേശിയായ മൻസൂറിന് ഈ ചൂട് കാലത്ത് ഒരു ആശങ്കയുമില്ല കേട്ടോ. പതിവ് തെറ്റിക്കാതെ ഈ വേനലിലും മൻസൂർ കെയുടെ വീട്ടുമുറ്റത്ത് മഴയുണ്ട്. എങ്ങനെയാണെന്നല്ലേ മൻസൂർ കെയുടെ ആ സൂപ്പർ കൂൾ ഐഡിയ നമുക്കൊന്ന് കാണാം. കാലാവസ്ഥ അപാര ചൂടാണ് ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്ക് വീട് കൂളാക്കാം എന്നൊരു ഐഡിയ നിന്ന് ചെയ്തതാണ്. ഇത് കുറഞ്ഞ ചിലവുള്ളൂ. ഇത് 10 മിനിറ്റ് രാവിലെയും വൈകുന്നേരത്തും 10 മിനിറ്റ് 200 ലിറ്റർ വെള്ളമുള്ള ഇതിന് ആവശ്യം വരുന്നത്. കുറഞ്ഞ കറണ്ടുള്ള ഇതിന് ചിലവ് വരുന്നത്. AC ഇട്ടാൽ ഭയങ്കര ബില്ല് വരും. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ വെള്ളത്തിൽ ഈ വെള്ളം നമുക്ക് പാഴാവുന്നില്ല. ഇത് വീട്ടിലെ മുറ്റത്തുള്ള ചെടികളും മരങ്ങൾക്കൊക്കെ നനയാനും സഹായിക്കും. വെള്ളം പാഴാവുന്ന ഒരു അവസ്ഥയില്ല. അരുൺ അമൃതനാഥാണ് ഈ സൂപ്പർ കൂൾ ഐഡിയയെ കുറിച്ച് പറയാൻ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേർന്നത്. അരുൺ, നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു കടയുടെ ഇതുപോലെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് കൃത്രിമമായി മഴ പെയ്യ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. അതൊരു ചെറിയ കടയാണ്. അവിടെ AC വയ്ക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. അതുകൊണ്ട് തന്നെ കടയുടമ ചെയ്ത ഒരു കാര്യം, മഴ ഇങ്ങനെ പെയ്യ്ക്കുന്നു. അപ്പോൾ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു സമാധാനമുണ്ട്. ഈ കൊടും വേനലിലും ഒരു സമാധാനത്തോട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു എന്നതാണ്. ഇതിപ്പോൾ മലപ്പുറത്ത് മൻസൂർ കെയുടെ വീട്ടിൽ പോവുകയാണെങ്കിലും കൃത്രിമമായി മഴ പെയ്യ്ക്കുന്ന അവിടെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ചൂടൊരു പ്രശ്നമാകുന്നില്ല. AC വെക്കേണ്ടി വരുന്നില്ല അല്ലേ? വൈദ്യുതി ലാഭമാണ്. അങ്ങനെ നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷെ ജലലഭ്യത അത് വേണം അല്ലേ? സന്ധ്യ, നമ്മൾ മലയാളികളെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. എല്ലാ അടവുകളും പയറ്റിയവരും കണ്ടവരുമാണ് നമ്മൾ എന്നൊക്കെ പറയും. അതുപോലെ ആയിരിക്കും മൻസൂർക്കയ്ക്ക് ഈ ഒരു സൂപ്പർ കൂൾ ടെക്നോളജി അവതരിപ്പിച്ചതിന് ശേഷം പറയാനുണ്ടാകുക. ഇത് പുതുമയുള്ളതല്ല. കഴിഞ്ഞ തവണയും മൻസൂർക്ക വീട്ടിൽ അവതരിപ്പിച്ച് വളരെ ഹിറ്റായതാണ്. ഇത്തവണയും അത് വേനലിനോട് പൊരുതാൻ വേണ്ടി അത് തുടരുന്നു, പുതുമകളോടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ചൂടാണ്. എങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും ചൂടിനെ പ്രതിരോധിച്ചൊക്കെ മുന്നോട്ട് പോകുന്നു. സൂര്യാതപം വെക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അവിടെ മൻസൂർക്ക ഒരു AC ടെക്നീഷ്യൻ കൂടിയാണ്. നിത്യേന ഈ AC ഡിമാൻഡ് വർദ്ധിക്കുന്നത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ആൾ കൂടിയാണ്. സ്വന്തം വീട്ടിൽ പക്ഷേ AC പോലും ഓണാക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിലാണ്, കറണ്ട് ബില്ലും ലാഭിക്കാവുന്ന തരത്തിലൊരു ടെക്നോളജി തന്നെ അങ്ങനത്തെ ഒരു വേനൽക്കാലമല്ലേ, മഴ അങ്ങ് വേയിച്ച് കളയാമെന്ന് വിചാരിച്ചു. രാവിലെയും വൈകിട്ടും 10 മിനിറ്റായി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. 5 സ്പ്രിംഗ്ലറുകളായി ചുറ്റും ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്നതൊക്കെ ഒരു മഴയുടെ പ്രതീതി തന്നെ ഉണ്ട്. അവിടെ കുട്ടികളൊക്കെ പോയി അവർ ഫുൾ ഹാപ്പിയാണ്. എന്തായാലും ഉപ്പയുടെ ഈ ഒരു ടെക്നോളജി കണ്ടിട്ട് കൂടുതൽ ഫോഗും ലൈറ്റിങ്ങും ഒക്കെ ആയി കുറച്ചുകൂടെ ഒന്ന് ഗംഭീരമാക്കിയിട്ടുണ്ട് ഈ വർഷം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ വലിയ സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായി. നമ്മൾ തന്നെ ഈ തത്സമയ റിപ്പോർട്ടറിൽ മൻസൂർക്കയുടെ കഥ പറഞ്ഞതാണ്. അപ്പോൾ എന്തെല്ലാം ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. നമ്മൾ ഒന്നിനും തോറ്റുപോയത് അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് ഇത്തരത്തിലൊരു കൗതുക മോഡൽ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് മൻസൂർക്ക കാണിച്ചു തരികയാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചത്, അദ്ദേഹത്തിന്റെ മക്കൾക്കല്ലേ ഈ വേനൽക്കാലത്തും മഴ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ്. അയൽവക്കക്കാർക്കും ഒക്കെ അത് തന്നെ ആയിരിക്കും അല്ലേ? അടുത്ത ഇങ്ങനെ ഒരു കൊടും ചൂടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത വീട്ടിൽ മഴ പെയ്യുന്നത് കാണുമ്പോൾ അവർക്കും ഒരു കൗതുകമായിരിക്കും എന്നുള്ളതാണ്. ശരി.